നന്ദിനി, 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 നന്ദിനി വേണ്ട. എന്തേ കാണിക്കുന്നേ? നന്ദിനി, നന്ദിനി വേണ്ട. ഇറങ്ങ, നിങ്ങളോടാ പറഞ്ഞ. നന്ദിനി, ഞാൻ സുരേന്ദ്രൻ. റുബീന വേണ്ട. ഇപ്പൊ നീ എന്തിനാ മരിക്കാൻ ശ്രമിക്കുന്നു റുബീന? എന്തിനെന്നാൽ ഇനി ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ജീവിക്കാൻ അർഹതയില്ലെന്ന് ആരാ പറഞ്ഞത്? ഒരാൾ എന്നോട് പറഞ്ഞു. എനിക്കറിയാം. അതെല്ലാം നിന്നോട് എന്തിനു പറയണം? എന്തുകൊണ്ടെന്നാൽ നീ മരിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? അതാണ് സത്യം റുബീന. ഞാൻ നിന്നെ സരിയും. അതെ റുബീന, എല്ലാവരും പറയുന്നത് പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലാതെ ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നിന്നെ കല്യാണം കഴിക്കാൻ എനിക്കൊരു ജോലി വേണമായിരുന്നു. അതിനുവേണ്ടി കുറച്ച് ദൂരെ പോകേണ്ടി വന്നു. നിന്നോട് പറയാതെ പോയത് തെറ്റ് തന്നെയാ. പറഞ്ഞാൽ നീ സമ്മതിക്കില്ലായിരുന്നു. അതെനിക്കറിയാം. അതിന് ഇത്രയും വലിയ ശിക്ഷയാണ് നീ തരുന്നത്. അല്ല, നീ നുണ പറയാണ്. നീ എന്നെ വിട്ടു പോയിട്ട് 3 മാസമായി. ഇല്ല, ഇതെല്ലാം നിന്നോടാരോ നുണ പറഞ്ഞതാ. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ കാണുന്നതാണ് നീ. നിന്നോട് എനിക്ക് ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ റുബീനയാ. അതെന്താ? നീയല്ലേ റുബീന? അതിന് നീ ഇത്രയും കാലത്തിന് ശേഷം എപ്പോഴെന്തിനാ വന്നത്? ഇവിടുന്ന് തള്ളിയിട്ട് കൊല്ലുന്നതിന് വേണ്ടി. സർ, ഉള്ളിൽ എന്താ നടന്നത്? അകത്ത് എത്ര ആൾ മരിച്ചു? ഇതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ശരിക്കും എന്താ സംഭവിച്ചത്? ഡീറ്റെയിൽ ആയി ഒന്ന് പറയാമോ? നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാം. അതിന് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ വിളിച്ചപ്പോൾ വന്നതിന് നന്ദി. ഓക്കെ, എല്ലാവരെയും വിളിപ്പിച്ചതെന്തിനാണെന്നറിയോ? ഇത്രയും നാൾ നമ്മളെ ഭയപ്പെടുത്തിയിരുന്ന രാജാ ഹരിചന്ദ്ര പ്രസാദ് ഹോസ്റ്റലിലെ ആ പ്രേതത്തെ ഞാൻ അറസ്റ്റ് ചെയ്തു. വാട്ട്? ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പറയുന്നത് നന്ദിനി എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ്. അതിന് ഉത്തരവാദി ഈ സ്ത്രീയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഷുവർ. ഇന്നലെ നിങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ ആളില്ലേ? ദാ നോക്ക്. എന്താ ഡയന മാഡം, നാട്ടിൽ പോവെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഓ, നിന്റെ മറ്റവനെ കാണാൻ പോയതായിരിക്കും അല്ലേ? ഒരു പ്രശ്നവും ഇല്ല.
നമ്മുടെ പോലീസുകാർ അയാളെയും കൂടി കൊണ്ടുവരുന്നുണ്ട്. ഇത് എന്താണ് സാറേ? ഈ സ്ത്രീയും ഇയാളും ചേർന്ന് കളിച്ച നാടകമാണോ ഇത്? ഇവിടെ പ്രേതമുണ്ടോ ഇല്ലയോ? രാജാ, ഇവർക്ക് നിന്റെ പ്രേതത്തിനൊന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ പറഞ്ഞുതരാം.